സൂപ്പർ പ്രൈമിൻ്റെ ചർച്ച തുടരുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഈ CPM നിന്നും ധാരാളം പേർ അങ്ങോട്ടേക്ക് വരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, തൃശ്ശൂർ മുമ്പ് CPM വോട്ട് ചെയ്തവരെല്ലാം ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എന്നാൽ ആ പാർട്ടി ഈ കാര്യത്തിൽ പ്രത്യക്ഷത്തിലെടുത്തിരിക്കുന്ന നിലപാട് വളരെ വ്യക്തവുമാണ്. ശ്രീ ആനത്തലോട്ടം പറയുന്നത് പോലെ നയം, സമീപനം അത് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും തെളിമയുള്ള ഒരു ഉദാഹരണമാണ് ഇന്ന് വയനാട്ടിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെ തന്നെ കർക്കശമായി വിമർശിക്കുന്നുണ്ട്. അതിലെവിടെയും ഒരു വിട്ടുവീഴ്ചയുടെയോ സംശയിക്കാൻ ഇടതരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവ്യക്തതയോ ഒന്നും ബാക്കി വയ്ക്കുന്നില്ല. ഇപ്പോൾ അമിത്ഷായുടെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലുണ്ട്. കോൺഗ്രസിനെ നടത്തിയ വിമർശനം നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പൂർണ്ണമായും സംശയിക്കാൻ കഴിയുന്ന ഒരു ദൗർബല്യം അതിനുണ്ട് എന്ന വ്യാഖ്യാനത്തിന് ഇടതരുന്ന വിധത്തിലായിട്ടില്ല അങ്ങയുടെ പ്രതികരണം. വേണു, ഞാൻ ആദ്യം തന്നെ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. അതിലൊന്നാമത്തെ കാര്യം, വേണു പറഞ്ഞ ഒരു ചെറിയ ആദ്യത്തെ വാചകമുണ്ട്. ശശി തരൂർ ശബരിമല വിഷയത്തിൽ ഒരേ മനസ്സാണ് കാണിച്ചത് BJPയെ പോലെ. തെറ്റാണത്. ശബരിമല വിഷയത്തിൽ ശശി തരൂർ കേരളത്തിലെ സ്ത്രീകളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാനസിക രോഗത്തിൻ്റെ അസുഖമുണ്ട് എന്ന രീതിയിൽ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചത്. ആ ഉപയോഗിച്ച പദത്തെക്കുറിച്ച് അന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ശശി തരൂർ ഒരു ഇംഗ്ലീഷ് ചാനലിൽ, അതായത് ന്യൂസ് 80 ഇംഗ്ലീഷ് ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ ഞാൻ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തോട് യോജിച്ചു നിൽക്കുകയാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് BJP എടുത്ത സമാന ചിന്താഗതി അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, താങ്കളിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? പിണറായി വിജയന് കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയാൻ പറ്റുമോ? കാരണം ഇന്ത്യയിൽ ഡൽഹിയിലെത്തിയാൽ ഇവർ സയാമിസ് ഇരട്ടകൾ, ബംഗാളിൽ ഭിക്ഷക്കാരെ പോലെ ഇവർ ഐക്യത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്നു. ത്രിപുരയിൽ ഇപ്പോൾ ഈ സാധനമില്ല. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും, മഹാരാഷ്ട്രയിൽ ഒരു സീറ്റിന് വേണ്ടിയാണ് യാചിച്ചത്. ഇവിടെ പാലക്കാട് വാളയാറ് കഴിഞ്ഞാൽ ഇവർ ഒരേ വേദിയിൽ ഒരുമിച്ച് നിൽക്കുന്നു. കൈപ്പത്തിക്കുള്ളിൽ അരിവാ ചുറ്റിക നക്ഷത്രം. വയനാടിൻ്റെ ചുരം കഴിഞ്ഞാൽ അവിടെയും ഒന്ന്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? മാധ്യമപ്രവർത്തകരുടെ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെ നിന്നാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനും വഞ്ചിക്കാനും വേണ്ടി ഇവരെല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ കോൺഗ്രസിനെതിരാണെന്ന് പറയും. പക്ഷേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സ്ഥാനാർത്ഥി ആരാ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ പ്രധാനമന്ത്രി ആരാ? അപ്പോൾ അതിനൊന്നും ഉത്തരവില്ല. ഉത്തരം വളരെ കൃത്യമാണ്. പിണറായി വിജയൻ DMKയുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഈ ശശി തരൂരിൻ്റെ കാര്യം. ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന നിലയിൽ പറഞ്ഞതല്ല, അത് BJPയുടെ നിലപാടിന് തുല്യമായ നിലപാടാണ് എന്നത് ഇടതുപക്ഷത്തിൻ്റെ ശശി തരൂരിനെ പറ്റിയുള്ള വിമർശനമായിരുന്നു. പിന്നെ അങ്ങ് പറഞ്ഞു ഇവരുടെ കണ്ണ് ന്യൂനപക്ഷ വോട്ടിലാണ് എന്ന്. ഇവർക്ക് മാത്രമല്ലല്ലോ കണ്ണുള്ളത്, നിങ്ങൾക്കും കണ്ണുണ്ട്. ഇപ്പോൾ വയനാടിനെ പറ്റിയുള്ള പാകിസ്ഥാനാണോ എന്ന് സംശയം തോന്നുമെന്ന പരാമർശം, അത് ഏത് വോട്ടിലേക്കുള്ള കണ്ണ് പായിച്ചുകൊണ്ടുള്ളതാണ്? സമാന വിമർശനം നിങ്ങൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഇന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതിൻ്റെ പങ്കാളിത്ത ചരിത്രമില്ല, അതേപ്പറ്റിയുള്ള ചരിത്രബോധവുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ അധിക്ഷേപാർഹമായ പരാമർശങ്ങൾ നടത്താൻ കഴിയൂ ഒരു നാടിനെ പറ്റിയെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അതിൻ്റെ പിന്നിൽ നിങ്ങൾ ബോധപൂർവം അത്തരമൊരു പരാമർശം നടത്തുകയാണ്. അതിൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്ന രാഷ്ട്രീയ കണ്ണുണ്ട്. അത് ഏത് വോട്ട് ബാങ്കിലേക്കാണ്? അവിടെ വേണുവിനൊരു ചെറിയ ഒരു പെശകുണ്ട്. ഞാനത് മുഴുവൻ പറയാം. ന്യൂനപക്ഷ വോട്ട് BJPയും തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുള്ള പാർട്ടി ഏതാ? BJPയാണ് സർ. ഞങ്ങളുടെ 5 പേര് ഈ NDA, BJP എന്ന് പറഞ്ഞാൽ NDA, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത്. കോൺഗ്രസ് അല്ല, CPM അല്ല. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് തെറ്റാണ്. പിന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ സ്വാഭാവികമാണ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം പ്രസക്തമാകുന്നത്. ഒരു മുസ്ലിമിനെ തീർക്കട്ടെ, ഒരു മുസ്ലിമിനെ നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാര്യം മാത്രമല്ല, കേരളത്തിലെ കാര്യം മാത്രമല്ല. വേണു എനിക്കൊന്ന് പൂർത്തീകരിക്കാൻ സമയം തരണം പ്ലീസ്. അതായത് ഇങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥി ഇത്ര, ക്രിസ്ത്യാനി സ്ഥാനാർത്ഥി ഇത്ര
എന്ന രീതിയിലല്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനവുമായി സജീവമായി പോകുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അവരെ ഞങ്ങൾ നിർത്തുന്നു. അതിൽ ക്രൈസ്തവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രൈസ്തവ മേഖലയിൽ സ്വാധീനമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്ര മുസ്ലിമുണ്ട്, ഇത്ര ക്രിസ്ത്യാനിയുണ്ട് എന്ന് പറയുന്ന സമീപനം ഞങ്ങൾക്കില്ല. പിന്നെ സ്വാഭാവികമാണ് ഞങ്ങൾ വയനാടിലെ കാഴ്ച കണ്ടാൽ അങ്ങനെയാണ് തോന്നുക. കാരണം വയനാടെന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ച് അറിയാണ്ടല്ല. ഹിന്ദി ഹൃദയ ഭൂമിയിൽ ലീഗിനെ ഒരു കാരണവശാലും കോൺഗ്രസ് പോലും അംഗീകരിച്ചിട്ടില്ല. ചത്ത കുതിര എന്നല്ലേ പറഞ്ഞത്. നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഞാൻ അടിസ്ഥാനപരമായ ഒരു വിഷയം ബഹുമാനപ്പെട്ട എൻ്റെ ആനത്തലവട്ടം ആനന്ദനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, എന്താണ് നിങ്ങളുടെ വ്യത്യസ്തമായ നയം? എന്ത് നയമാണ് നിങ്ങൾക്കുള്ളത്? പാവപ്പെട്ടവനായി നിർത്തുക എന്ന നയമാണോ? ഒരു ട്രാക്ടർ വന്നപ്പോൾ നിങ്ങൾ എതിർത്തു, ഒരു കമ്പ്യൂട്ടർ വന്നപ്പോൾ നിങ്ങൾ എതിർത്തു, ഒരു പെട്ടിക്കടയിൽ ട്രാൻസിസ്റ്റർ റേഡിയോ പാടിയാൽ ആ ട്രാൻസിസ്റ്റർ റേഡിയോ പാടിയവനെ മുതലാളി എന്ന് വിളിച്ച കടയടപ്പിച്ച പാരമ്പര്യമാണ് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് CPM ആയിരുന്ന, കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് നയമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞു കോർപ്പറേറ്റുകളുടെ കാര്യം. എന്തിനാണ് ബംഗാളിൽ സിംഗൂരിൽ ആരെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? സിംഗൂരിൽ നിങ്ങൾ കൊണ്ടുവന്നത് കോർപ്പറേറ്റിനല്ലേ? വേണ്ട. ഈ കേരളത്തിൽ ഇന്ന് നിങ്ങൾ മസാല ബോണ്ട് കൊടുത്തത് ആർക്കാ? കോർപ്പറേറ്റിനല്ലേ? വേണ്ട. കേരളത്തിൽ വേണു അത് അറിയാൻ വേണ്ടി പറയുകയാണ്. കേരളത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സമ്പ്രദായത്തിൻ്റെ RSY എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ഈ RSY എന്ന് പറയുന്ന പാവപ്പെട്ട ആളുകളുടെ ചികിത്സയുടെ അതിൻ്റെ ഇൻഷുറൻസ് നിങ്ങൾ ആർക്കാ കൊടുത്തിരിക്കുന്നത്? സുഹൃത്തെ, നിങ്ങളിവിടെ വലിയ ഗീർവാണം അടിച്ചല്ലോ കോർപ്പറേറ്റിനെതിരായിട്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന റിലയൻസിനാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യയിലെ ദേശസൽകൃതമായിട്ടുള്ള ഒരു ഇൻഷുറൻസിന് കൊടുത്തില്ല? നിങ്ങൾ കൊടുത്തത് റിലയൻസിനാണ്. ഞാൻ എത്ര എണ്ണം നിങ്ങൾക്ക് എണ്ണി പറയണം? അപ്പം നിങ്ങൾക്ക് ആരുമായിട്ടും എന്തുമാവാം. എന്നിട്ട് പറയാം ഞങ്ങളുടെ വ്യത്യസ്തമായ സാമ്പത്തിക നയം. ശരി ഞാൻ ഇടപെടുകയാണ് ഗോപാലകൃഷ്ണൻ അങ്ങനോട് സഹകരിക്കണം. ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അങ്ങ് പറയുകയുണ്ടായി നയവും സമീപനവുമാണ് പ്രധാനം, എത്ര എണ്ണം എന്നതല്ല. പക്ഷേ ആത്യന്തികമായി തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് എണ്ണവുമായി ബന്ധപ്പെട്ടാണ്. ആ എണ്ണത്തിലെ കണക്കുകൾ പ്രധാനമാണ്. നിങ്ങൾ എത്രയൊക്കെ BJPക്കെതിരെ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാലും അത് പ്രകടിപ്പിക്കുന്ന 3 സ്ഥലങ്ങളേ ഉള്ളൂ. ത്രിപുരയിലെ 2 സീറ്റ് BJPക്കെതിരെയാണ്, പിന്നെ ഇവിടെ കോയമ്പത്തൂരിൽ. അപ്പോൾ 3 സ്ഥലത്ത് BJPയുമായി ഏറ്റുമുട്ടുന്നൊരു പാർട്ടിയാണ്. സ്വന്തം BJP വിരുദ്ധതയുടെ ശക്തി പറയുന്നത് മറ്റെല്ലാ സന്ദർഭങ്ങളിലും ശരിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകുന്ന ഒരു കണക്കാണോ? ഞങ്ങൾ 71 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. മുമ്പ് അതിനേക്കാൾ വലിയ കൂടുതലൊന്നും മത്സരിച്ചിട്ടില്ല. മുമ്പ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് 2004 63 ഇടതുപക്ഷത്തിനെല്ലാം കൂടി കിട്ടിയത് സീറ്റാണ്. ആ ഇടതുപക്ഷത്തിന് 63 സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്നാണ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 71 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് അത്രയും പറഞ്ഞു നിൽക്കുന്നതാണ്. ഇവിടെ എൻ്റെ സ്നേഹിതൻ ഗോപാലകൃഷ്ണൻ CPMനെ കുറിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കമ്മ്യൂണിസത്തെക്കുറിച്ച് ആദ്യകാലം തൊട്ട് പറഞ്ഞതാണ് പറഞ്ഞത്. കമ്മ്യൂണിസം വന്നാൽ 60 വയസ്സ് കഴിഞ്ഞാൽ കഴുത്ത് കണ്ട് കളയും, പെണ്ണുങ്ങളെല്ലാം പൊതുസ്വത്താണ്. ആ പറഞ്ഞതിൻ്റെ ഒരു പല്ലവിയാണ്. ട്രാക്ടർ വന്നാൽ എതിർത്തു, കമ്പ്യൂട്ടർ വന്നാൽ എതിർത്തു, ട്രാൻസിസ്റ്റർ വന്ന റേഡിയോക്കാരനെ മുതലാളി എന്ന് ഞങ്ങൾ വിളിച്ച്. ഞങ്ങൾക്ക് മുതലാളിത്തം അതാണ്, മുതലാളിയുടെ പക്ഷത്താരൊക്കെയാണ് വരുന്നത്, മുതലാളിത്തത്തിൻ്റെ വ്യാപ്തി ഏതാണ്, പുസ്തക മുതലാളി ആരാണ് എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയാണ്. ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു. അന്ന് തൊഴിലാളിക്ക് വേണ്ടി തന്നെയാണ്. തൊഴിലാളി ഉള്ളപ്പോൾ ട്രാക്ടർ വന്നു, തൊഴിലാളി ഇല്ലാത്തപ്പോൾ ഞങ്ങൾ തന്നെ ട്രാക്ടർ കൊണ്ടുവന്നു. തൊഴിലെടുക്കാൻ ആളില്ലാത്തപ്പോൾ. തൊഴിലാളി ഉള്ളപ്പോൾ അവൻ്റെ ചെയ്യേണ്ട പണി ട്രാക്ടർ വന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കില്ല. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. ഉള്ളതാണ്. എതിർത്തത് എന്തുകൊണ്ടാണ്? അന്ന് എതിർത്തുകൊണ്ട് അവിടെ ഇരുന്ന ഒറ്റ ആളെയും പിരിച്ചുവിടാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ വന്നിട്ട് ആളിനെ പിരിച്ചുവിടുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോ അവസരത്തിലും അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യം കൂടി, ഈ RSS 925 സ്ഥാപിതമായി CPM സ്ഥാപിതമായി എന്ന് പറഞ്ഞാൽ അത് പരമ തെറ്റ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ജനസംഘം, ഹിന്ദു മഹാസഭ, അതിൻ്റെയൊക്കെ ഒരു പരിണാമ രൂപമാണ് RSS. അത് നിങ്ങൾ ഗോപാലകൃഷ്ണൻ ഞാനും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് ജനസംഘം,
ഹിന്ദു മഹാസഭ അല്ല, അത് ആനത്തലവട്ടം ആനന്ദൻ അറിയാത്തത് എന്ത് അതിന്റെ ഒരു പരിണാമമാണ് നിങ്ങൾക്കറിയില്ല. ഈ സംഘപരിവാർ അല്ല, ഇനി ചോദിക്കാനുള്ള സമയം. മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഇവിടെ 1937 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. 1965 64 മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായല്ലേ. ഞങ്ങൾ ഇവിടെ വിട്ട് പല പ്രാവശ്യങ്ങളായി ഇവിടെ ഭരിക്കുന്നു. നിങ്ങളുടെ സ്ഥിതി എന്താ കേരളത്തിൽ? ശരി ശരി അവസാനമായി അതെല്ലാം ശരിയാണ്. CPM 2019 ഭരിക്കാൻ പോകുന്നു. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം അല്ലല്ല, ഇതൊക്കെ ശരിയാണ്. CPM-ന്റെ ഉയർച്ചയും വളർച്ചയൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ 2019 CPM ഭരിക്കാൻ പോകുന്നു. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശബരിമല വിഷയത്തിൽ ശശി തരൂർ ഇടപെട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടുള്ള ശശി തരൂർ ഇടപെട്ടില്ല. നിങ്ങൾ ഒരു സ്ഥാനാർത്ഥി കോടതിയിൽ ഇറങ്ങുന്നേ ഉള്ളൂ. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. ശശി തരൂരിനെ പോലെയുള്ളവർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള കോൺഗ്രസിനെ പോലുള്ളവർ എടുത്തിട്ടുള്ള നിലപാട് അത് ഭക്തരോടൊപ്പമാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വ്യക്തമാക്കുന്നു. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്ന BJP-ക്കാർ മണ്ടന്മാരാണ്. അതുപോലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ കിട്ടുമെന്ന് പറയുന്ന LDF-ഉം മണ്ടന്മാരായ അവശേഷിക്കും. 23-ാം തീയതി റിസൾട്ട് വരുന്നതോടുകൂടി എല്ലാ പക്ഷത്തിന്റെയും ഭൂരിപക്ഷം കോൺഗ്രസിന് അനുകൂലമായി വരും, UDF-ന് അനുകൂലമായി വരുമെന്ന ഒരു തർക്കവും വേണ്ട. ശരി ശ്രീ ഗോപാലകൃഷ്ണൻ 30 സെക്കൻഡ് വേഗം. ശ്രീ ഗോപാലകൃഷ്ണൻ അതിനെ കുറിച്ച് പറയരുത്. അല്ല, ആനന്ദവട്ടം ആനന്ദനോട് ഒരൊറ്റ ചോദ്യം. നിങ്ങൾ ജന്മിത്തത്തിനെതിരാണ്. തൊഴിലാളി ഇല്ലാത്തത് കൊണ്ടാണോ പൊന്നാനിയിൽ ജന്മിയെ വെച്ചിരിക്കുന്നത്? തൊഴിലാളി ഇല്ലാത്തത് കൊണ്ടാണോ ഇടുക്കിയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ജന്മിയായത്? ഒരൊറ്റ ചോദ്യം. മനസ്സിലാക്കൂ. ജന്മിത്വത്തിനെതിരായി സമരം ചെയ്യും, ജന്മിക്കെതിരായിട്ടല്ല. അതിന് ഉത്തരം അത് പണ്ട് നക്സലൈറ്റുകളുടെ മുദ്രാവാക്യമാണ്. ഒരു മുതലാളിയുടെ കഴുത്തറുത്താൽ മുതലാളിത്തം ഇല്ലാതാകുമെന്നുള്ള വാദഗതിയാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഒരു ജന്മിയെ കഴുത്തറുത്ത് കൊന്നാൽ ജന്മിത്വം ഇല്ലാതാകില്ല. അതൊരു സാമൂഹിക വ്യവസ്ഥയാണ്. സാമൂഹിക വ്യവസ്ഥക്കെതിരായ പോരാട്ടമാണ്. ശരി ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.